മാതാപിതാക്കളോടുള്ള ബഹുമാനമില്ല, സ്നേഹിതരോടുള്ള അത് വഞ്ചനയാണ് മൊത്തം കാണുന്നത്. എന്തിനേറെ പറയുന്നു, ലോകം വല്ലാത്ത നിലയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരെയും വിശ്വസിപ്പാൻ കഴിയാത്തൊരു കാലം. ഇതിലെ ഞങ്ങൾ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. എന്നാൽ ഒരു ചോദ്യം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? നിത്യസ്വർഗമാണ് നിന്റെ ലക്ഷ്യം. യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. നിത്യ നരകമാണോ? അതെ, നീ പോകുന്ന വഴിയിൽ തന്നെ പോയാൽ മതി. എന്നാൽ അതെ, ഒരിക്കൽ അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഫോഷ്കിൽ പ്രിയം വെക്കുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും തോൽക്കുന്ന തീപ്പൊയ്യത്രേ. രണ്ടാമത്തെ മരണം. ഒന്ന് ശാരീരിക മരണം, അത് ശരീരത്തിന് ആത്മാവ് വേർപെടുന്ന അവസ്ഥ. അടുത്ത ആദ്യത്തിൽ സംഭവിച്ചൊരു മരണമുണ്ട്, അത് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ആത്മീക മരണം സംഭവിച്ചു. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവന്റെ പുത്രനായ തന്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ആമേ. അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഫോഷ്കിൽ പ്രിയം വെക്കുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും തീപ്പൊയ്യത്രേ. രണ്ടാമത്തെ മരണം. എന്നാൽ അടുത്തത് ഇതിൽ ഒഴിവൊഴിവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. നിത്യജീവൻ. യേശു ക്രിസ്തു നിത്യജീവൻ നൽകുന്നത്. അതേ, സ്നേഹിക്കുന്നു. നീ അനാഥനാണെന്ന് അനാഥത്വം വഹിക്കുന്നു. അത് ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടോ? പ്രിയരെ, നീ അനാഥനല്ല, ഒരു അനാഥയല്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. സ്വർഗത്തിൽ സ്നേഹനദിയ ഒരു പിതാവുണ്ട്. നിനക്ക് വേണ്ടി ആമേ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി വിലക്ക് വാങ്ങിയ ഒരു രക്ഷകനുണ്ട്, നാഥനുണ്ട്, ഒരു കർത്താവുണ്ട്, ദൈവമുണ്ട്. ആ യേശു ഇന്നും സ്നേഹിക്കുന്നു നിന്നെ. ആ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു വിശ്വസിക്കുക. നീ അതേ, കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ അറിയും ചെയ്തു പോയ പാപത്തിനോട് ക്ഷമിക്കണമേ. എന്റെ ഹൃദയത്തിൽ ഉള്ളത്തിന് അവിടുന്ന് വരണമേ. എന്നോട് ദൈവത്തിലാക്കി തീർക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് നീ ആത്മാർത്ഥമായി നിന്റെ കുറവുകൾ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിന്നെ വിടുവിപ്പാൻ ശക്തനും വിശ്വസ്തനും നീതിമാനായ ദൈവമാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കടഭാരത്തിന് ഭാരപ്പെടുന്നു, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നു, മാതാപിതാക്കളെ ഓർത്ത് ഭാരപ്പെടുന്നു, രോഗശയ്യയിലായിരിക്കുന്നു. നീ ഏതവസ്ഥയിലായിരുന്നു വിടുവിക്കുവാൻ കഴിവുള്ള സർവശക്തനായ, സർവവല്ലഭനായ, സർവത്തിന്റെ ഉടയ സൃഷ്ടാനാഥനായ കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ മാംസം മുട്ടി വിളിക്കുകയാണ്. അതെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും, പന്തിഭോജനത്തിലിരിക്കും. ഇന്ന് പോൽക്കാൽ നീ ഹൃദയം യേശുവിനെ കൊണ്ട് കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ വസ്തുവക വേണ്ട, നിന്റെ സമ്പത്ത് വേണ്ട, നിന്റെ പണം വേണ്ട, നിന്നെയാണ് യേശുവിന് ആവശ്യം. നിന്റെ ഹൃദയം കൊടുക്കുമോ? ഇന്ന് പോൽക്കാൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഏത് അവസ്ഥയിലായിരുന്നാലും വിടിപ്പാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നു. നിന്റെ വലങ്കരം മാറോട് ചേർത്ത്, യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ അറിയാൻ ചെയ്ത പാപത്തിനോട് ക്ഷമിക്കണമേ. എന്റെ ഉള്ളത്തിൽ അവിടുന്ന് വരണമേ. എന്നെ ദൈവത്തിലാക്കി തീർക്കണമേ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും